വെൽക്കം ടു ടീച്ചേഴ്സ് ടെയിൽ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ഒരു പുതിയ ടീച്ചേഴ്സിനായിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയ നവോദയ സ്കൂൾസിലോട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അവരുടെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. സോ KV നവോദയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾസ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾസിലോട്ടുള്ള എക്സാമിന്റെ പോർട്ടലും നോട്ടിഫിക്കേഷനുമാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ലാസ്റ്റ് ടീച്ചേഴ്സ് ഡേയുടെ വീഡിയോ സ്കീമും സിലബസും ഡിസ്കസ് ചെയ്തായിരുന്നു. അന്ന് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്നു, അത് ലാസ്റ്റ് എക്സാം 2022 നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്കീമും സിലബസും ആയിരുന്നു. ആൻഡ് അത് എൻറ്റയർലി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ 2025 നോട്ടിഫിക്കേഷനിൽ എൻറ്റയർ ചേഞ്ച് വന്നിരിക്കുകയാണ്. ഈവൻ എക്സാം പാറ്റേണും എല്ലാം മാറി. എക്സാം പാറ്റേൺ മാറി, നമ്മുടെ സിലബസ് മാറി, എവറിത്തിങ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. സോ ഇന്നിപ്പം നമ്മൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ 2025 എക്സാം എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഈ പറയുന്ന www.cbse.gov.in, kvsangathan.nic.in, navodaya.gov.in, ഈ 3 വെബ്സൈറ്റ്സ് വഴിയാണ് നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നതും. ഇവിടെ ഈ 3 വെബ്സൈറ്റ്സ് നോക്കിയാൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഓൾസോ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ സർക്കുലറും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. സോ ഇത്തവണത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, കേന്ദ്രീയ വിദ്യാലയക്കും നവോദയയ്ക്കും കൂടി അവർ ഒറ്റ ഒരു എക്സാം ആണ് നടത്തുന്നത്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദിസ് ഏർലിയർ. 2022 നോട്ടിഫിക്കേഷൻ രണ്ടായിട്ടാണ് നടത്തി. KVക്ക് വേറെ ഒരു എക്സാം ആയിരുന്നു, നവോദയയ്ക്ക് ഡിഫറെൻ്റ് ഒരു എക്സാം ആയിരുന്നു. പക്ഷെ ഇത്തവണ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒറ്റ ഒരു എക്സാം ആണ് നടത്തുന്നത്. അതിൻ്റെ പെർഫോമൻസ് വെച്ച് അവർ മെറിറ്റ് ലിസ്റ്റ് ഇടുകയും അത് കഴിഞ്ഞ് അവരൊരു പോർട്ടൽ ഓപ്പൺ ചെയ്യും. നമുക്ക് ഏതാണ് പ്രിഫറൻസ്, KV ആണെങ്കിൽ ലൈക്ക് മെറിറ്റ് ലിസ്റ്റിൽ എത്തുന്നവർക്ക് മാത്രം, നമുക്ക് എല്ലാവർക്കും അല്ല, മെറിറ്റ് ലിസ്റ്റിൽ എത്തുന്നവർക്ക് മാത്രം KVയോ അല്ലെ നവോദയോ ചൂസ് ചെയ്യാനുള്ളൊരു പോർട്ടൽ അപ്പോൾ ഓപ്പൺ ചെയ്യും. അത് വെച്ചാണ് പിന്നീട് അവർക്ക് അലോട്ട് ചെയ്യുന്നത് ഏത് സ്കൂൾസ് ആണെന്നുള്ളത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നവോദയ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ സ്കൂളാണ്. നവോദയയിൽ ടീച്ചേഴ്സും അവർ കുട്ടികളുടെ കൂടെ തന്നെ അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും, അവിടെ താമസിക്കണം. ആൻഡ് നോട്ട് ഓൺലി അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത കുറേ ഡ്യൂട്ടീസും കൂടെ ടീച്ചേഴ്സിന് ഉണ്ട് നവോദയയിൽ. KVയിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇത് കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ സ്കൂൾ അല്ല. KV എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്കൂൾ അല്ല. അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് KVക്കും നവോദയയ്ക്കും മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതോടെ തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ എത്ര പോസ്റ്റ് അവൈലബിൾ ആണ് എന്നുള്ളതുകൊണ്ട്, ടീച്ചിങ് പോസ്റ്റ് മാത്രമല്ല നോൺ ടീച്ചിങ് പോസ്റ്റും വിളിച്ചിട്ടുണ്ട്. ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റ് ആണ് ഇത്തവണ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പോസ്റ്റ്, എന്തുമാത്രം നമ്പർ ഓഫ് പോസ്റ്റ് ഉണ്ട്, PGT KVSന് എന്തുമാത്രം പോസ്റ്റ് ഉണ്ട്, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. PGT KVSന് എന്തുമാത്രം പോസ്റ്റ് അവൈലബിൾ ആണ്, അൺറിസർവ്ഡ് കാറ്റഗറിയും മറ്റ് സ്പെഷ്യൽ കാറ്റഗറീസും ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറീസും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്രിൻസിപ്പൽ, എല്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ, അങ്ങനെ എല്ലാ പോസ്റ്റിനും ഒരുമിച്ച് വിളിച്ചിരിക്കുകയാണ്. KVSന്റെ PGT ഇൻ KVSന്റെ പോസ്റ്റ് നിങ്ങൾക്ക് കാണാം. PGT ഇൻ നവോദയയുടെ പോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെയിം ആസ് TGT ഇൻ KVS ആൻഡ് TGT ഇൻ നവോദയ. ഇത്രയും ഡീറ്റെയിൽ പോസ്റ്റ് ഉണ്ട്. ഇത് മാത്രമല്ല, ഞാൻ മെയിനായിട്ട് TGT ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ എല്ലാ പോസ്റ്റുകളും എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു റഫ് ഫിഗർ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ അവർ പറയുന്നുണ്ട്, ഈ ഒരു 10 ഇയറിൽ പോസ്റ്റുകൾ കൂടാനും കുറയാനും ഇവർക്ക് ഫില്ല് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള കംപ്ലീറ്റ് ഇതും ഇവരുടെ CBSEക്ക് ഉണ്ട് എന്നുള്ളത്. ആൻഡ് പിന്നെ എല്ലാവരുടെയും ഒരു കോമൺ ഡൗട്ടായിരിക്കും, സീറ്ററ്റ് വേണോ. കഴിഞ്ഞ അവിടെ സ്കീം ആൻഡ് സിലബസ് അപ്ലോഡ് ചെയ്തപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര്, സീറ്ററ്റ് വേണോ ഇത് എക്സാം എഴുതാനെന്നൊക്കെ. എന്തായാലും PGTക്ക് എഴുതാൻ നമുക്ക് സീറ്ററ്റ് വേണ്ട. അതായത് സീനിയർ സെക്കൻഡറി ഗ്രേഡ്സിലോട്ട് പഠിപ്പിക്കാൻ പോസ്റ്റ് ഗ്രാജുവേഷനും BEഡും മതിയാവും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ BEഡ്, എന്തൊക്കെ BEഡ് അവിടെ അവൈലബിൾ ലൈക്ക് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതുണ്ട്. അത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ PGT, അതായത് BEഡ്, ഇൻ്റഗ്രേറ്റഡ് BEഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് BEd മാത്രം മതി, CTET വേണ്ട. പക്ഷെ അവസാനം ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പഠിപ്പിക്കാനുള്ള ഒരു കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണമെന്ന്. എന്നും പറഞ്ഞ് ഹിന്ദി അറിയാത്തവർ അപ്ലൈ ചെയ്യാതിരിക്കരുത് ദയവ് ചെയ്ത്. അത് നമുക്ക് ഓക്കെ ആക്കാം, അത് ഓക്കെ ആകും. ഓക്കെ, സോ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ടീച്ചിങ് അതൊരു മാൻഡേറ്റ്, ലൈക്ക് ഇറ്റ്സ് ഡിസൈറബിൾ. ആൻഡ് ഓൾസോ പിന്നെ TGT വരുമ്പോഴാണ് CTET ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. TGTയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ, BEd ആൻഡ് CTET പേപ്പർ 2 പാസ്സായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ക്വാളിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ TGT എക്സാം എഴുതുന്നവർക്ക് CTET മാൻഡേറ്ററി ആണ്. CTET മാൻഡേറ്ററി, CTET പേപ്പർ 2 ഇസ് മാൻഡേറ്ററി. പേപ്പർ 1, പേപ്പർ 2 ഉണ്ട്. അതിലെ പേപ്പർ 2 മാൻഡേറ്ററി ആയിട്ട് പാസ്സായിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മാൻഡേറ്ററി ആയിട്ട് പാസ്സായിട്ടിരിക്കണം. സോ അതാണ് TGT PGTയുടെ ക്വാളിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. രണ്ടിലും അവർ എഴുതിയിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. എന്നും പറഞ്ഞ് ഹിന്ദി അറിയത്തില്ലെന്ന് വെച്ച് ഐ എം ടെല്ലിങ് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ആൻഡ് ഓക്കെ, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് ഡിസൈറബിൾ, ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. എന്ന് പറഞ്ഞ് മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ ആണ്, നിങ്ങൾ ശരിക്കും പാസ്സായിട്ടിരിക്കുക. 2 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ടയർ 2ലാണ് നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ടയർ 1 ആണ് ബേസിക് ആയിട്ട് ക്വാളിഫയിങ് എക്സാം ആയിട്ട് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് സബ്ജക്ട് സ്പെസിഫിക് ഓൾസോ. ആൻഡ് 2 ടയേഴ്സ് പാസ്സായി കഴിഞ്ഞാൽ 85% നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്കും 15% നിങ്ങളുടെ ഇൻ്റർവ്യൂവും കൂടെ എടുത്തിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ടയർ 1 എക്സാമിൻ്റെ ഒരു സിലബസ് ആണിത്. 6 പാർട്സ് ആയിട്ടാണ് ടയർ 1 കൊടുത്തിട്ടുള്ളത്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ജനറൽ റീസണിങ്ങിന് 20 ക്വസ്റ്റ്യൻസ് 60 മാർക്സിന്. അപ്പോൾ 3 മാർക്സ് ആണ് ഒരു ക്വസ്റ്റ്യൻ. പാർട്ട് 2 ന്യൂമറിക് എബിലിറ്റി 20 ക്വസ്റ്റ്യൻ 60 മാർക്സിന്. പാർട്ട് 3 കമ്പ്യൂട്ടർ ലിറ്ററസി 20 ക്വസ്റ്റ്യൻസ് 60 മാർക്ക്. പാർട്ട് 4 ജനറൽ നോളജ് 20 ക്വസ്റ്റ്യൻസ് 60 മാർക്ക്. ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ടോപ്പിക്സ് ആണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ആൻഡ് പാർട്ട് 5 ലാംഗ്വേജ് കോമ്പിറ്റൻസി ഇംഗ്ലീഷ്, ഫുൾ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൻ്റെ ബേസിക് ഇംഗ്ലീഷ് മെഷർ ചെയ്യുന്ന സെക്ഷൻ ആയിരിക്കും പാർട്ട് 5, 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്. പാർട്ട് 6 ഓഫ് ദ എക്സാം എന്ന് പറയുന്നത് ലാംഗ്വേജ് കോമ്പിറ്റൻസി തന്നെ മെഷർ ചെയ്യുന്നതാണ്. ബട്ട് എനി മോഡേൺ ലാംഗ്വേജസ്, ഹിന്ദി ഇവിടെ മാൻഡേറ്ററി അല്ല. ഇതുവരെ ഉണ്ടായിരുന്ന എക്സാംസിന് ഹിന്ദി മാൻഡേറ്ററി ആയിരുന്നു. ലൈക്ക് 10 മാർക്സ് ഹിന്ദിക്ക് എന്തായാലും ഉണ്ട്. അതിനൊരു മിനിമം പാസ് എന്ന രീതിയിലാണ് ഇതുവരെ KVയുടെ എക്സാം നടന്നുകൊണ്ടിരുന്നത്. താങ്ക്ഫുള്ളി അവിടെ ഹിന്ദി മാൻഡേറ്ററി അല്ല. അതിൽ എനി മോഡേൺ ലാംഗ്വേജസിൽ മലയാളവും ഉണ്ട്. സോ അവിടെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ലാംഗ്വേജസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളത്. സോ വൈൽ യു ആർ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. മേ ബി കോംപ്രിഹെൻഷൻ ലൈക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം, നമുക്കറിയത്തില്ല. കാരണം ഇതുവരെ ഈ ഒരു പാറ്റേണിൽ ഇതുവരെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. സോ 20 ക്വസ്റ്റ്യൻസ് വരും 60 മാർക്സിൻ്റെ. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് 1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ടയർ 1 എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. തെറ്റുത്തരത്തിന് -1 ആണ് പോകുന്നത്. സോ ലാസ്റ്റ് എക്സാമിൽ അതില്ലായിരുന്നു. ഇപ്പോൾ -1 നെഗറ്റീവ് മാർക്ക് ചെയ്യുവാണെങ്കിൽ -1. ടയർ 1 വിൽ ബി എൻറ്റയർലി ഒബ്ജക്റ്റീവ് ആയിരിക്കും. പെൻ പേപ്പർ ഇല്ല ടയർ 1ന്. ബട്ട് മൂവിങ് ടു ടയർ 2 നിങ്ങൾക്ക് കോമ്പിനേഷൻ ഓഫ് പെൻ പേപ്പർ ആൻഡ് OMR ആണ്. ടയർ 1ൽ നിന്ന് മിനിമം പാസ് എന്നൊരു ക്രൈറ്റീരിയ കൊടുത്തിട്ടില്ല. അതായത് ഇപ്പോൾ CTET 90 മാർക്സ് കിട്ടിയാൽ നിങ്ങൾ പാസ്സാകും എന്നൊരു ഇതിലല്ല. 1:10 റേഷ്യോയിലാണ് ഇത്ര പോസ്റ്റിൽ ഇത്ര ശതമാനം ആളുകളെയാണ് കാൻഡിഡേറ്റ്സിനെ അവർ ടയർ 2 വിടത്തുള്ളൂ. സോ മിനിമം പാസ് എന്നൊരിതിലല്ല, അനുപാതികമായ ഒരു റേഷ്യോയിലാണ് അവരത് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഹിയർ വി ഹാവ് എ നെഗറ്റീവ് മാർക്കിംഗ് ഓൾസോ. അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു പരീക്ഷയെ ഫേസ് ചെയ്യണം നിങ്ങൾക്ക് അറിയാം. സോ നെക്സ്റ്റ് മൂവിങ് ടു ടയർ 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് അല്ല. ടയർ 2 കോമ്പിനേഷൻ ഓഫ് പെൻ ആൻഡ് പേപ്പർ ആൻഡ് OMR ആണ്. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു 70 ക്വസ്റ്റ്യൻസ് ആണ്. 70 ക്വസ്റ്റ്യൻസ് 100 മാർക്കിൻ്റെ.
70 ഇത് 2.5 hours എക്സാം ആണ്. 60 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവും 10 ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവും. അതിന്റെ മാർക്ക് വരുന്ന ഒബ്ജക്റ്റീവിന് 1 മാർക്ക് ഈച്ച്, 10 ക്വസ്റ്റ്യൻസിന് 40 മാർക്സ് വെച്ചിട്ടുള്ള 40 മാർക്സിന് നമ്മൾ റിട്ടേൺ ആണ്. 40 മാർക്സ് റിട്ടേൺ, 10 ക്വസ്റ്റ്യൻസ് ഇൻ 40 മാർക്സ് നമ്മൾ പെൻ ആൻഡ് പേപ്പറിൽ എഴുതുക. ടയർ 2-ല് -0.25 മാർക്സ് റെഡ്യൂസ് ചെയ്യും. നെഗറ്റീവ് ആൻസേഴ്സ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ -0.25 മാർക്സ് റെഡ്യൂസ് ചെയ്യും. ഇതാണ് ടയർ 1 ടയർ 2-ന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫീ 1500 റുപ്പീസ് ആണ് എക്സാം ഫീ. പിന്നെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞൊരു 500 റുപ്പീസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ PGT ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ KV-യിൽ PGT ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യുന്നു, NVS-ലും നിങ്ങൾക്ക് നവോദയയ്ക്കും നിങ്ങൾക്ക് PGT ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ തവണ ഫീസ് അടച്ചാൽ മതി. 1500 രൂപ അടച്ച് ഒറ്റ ഒരു രജിസ്ട്രേഷൻ ചെയ്താൽ മതി PGT. നിങ്ങൾക്ക് TGT KV-യിലും TGT നവോദയയിലും അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ പോസ്റ്റ് TGT എന്ന പോസ്റ്റിന് 1500 റുപ്പീസ് കൊടുത്ത് ആണ് നിങ്ങളുടെ എക്സാം ഫീ. അത് വെച്ച് നിങ്ങൾ ചെയ്താൽ മതിയാവും. ഒരു പ്രോസസ്സിംഗ് ഫീ 500 കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ടു റിമെമ്പർ പറയുകയാണെങ്കിൽ 14th നവംബറിൽ ഈ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഫീ കൊടുക്കാനും നമുക്ക് ഫീ അടച്ച് എക്സാം രജിസ്റ്റർ ചെയ്യാം 14th നവംബർ. ആൻഡ് ടിൽ 4th ഡിസംബർ വരെ നിങ്ങൾക്ക് ഈ പോർട്ടൽ ഓപ്പൺ ആണ്. 4th ഡിസംബർ 11:50 വരെ പോർട്ടൽ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും ഫീ അടയ്ക്കാനും. സോ ഈ ഒരു സ്പാനിനുള്ളിൽ നിങ്ങൾ കാര്യങ്ങൾ ഐ വിൽ റെക്കമെൻഡ് യു ടു റീഡ് ദ നോട്ടിഫിക്കേഷൻ. ഞാൻ ആദ്യം പറഞ്ഞ ആ സൈറ്റ്സിൽ കയറി നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ ഞാൻ ഐ വിൽ റെക്കമെൻഡ് യു അഗെയിൻ. നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ തന്നെ വായിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നോക്കുക. എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സോ ട്രൈ ടു രജിസ്റ്റർ ബിഫോർ 4th ഡിസംബർ. ലാസ്റ്റ് ആകുമ്പോൾ പോർട്ടലൊക്കെ ഭയങ്കര ബിസി ആവാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. സോ അതിനു മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യുക. സോ വെരി ഓൾ ദ ബെസ്റ്റ്. ഐ നോ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സിലബസ് മാറിയപ്പം അത്യാവശ്യം നമുക്കൊക്കെ ഒരു വാട്ട് ടു ഡു, ലൈക്ക് എന്താണ് നമുക്ക് റെഫർ ചെയ്യാനൊന്നും ഇല്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും. ബട്ട് നോ, നമുക്ക് ഈ ഒരു ടയർ 1 എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾ കണ്ടല്ലോ. സോ റെഫർ ടു ഡിഫറെൻറ്റ് ടെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഹോപ്പ്ഫുള്ളി ഹിന്ദി എന്നുള്ളൊരു ടെൻഷൻ ഒഴിവായല്ലോ. ബാക്കിയുള്ള സബ്ജക്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഹാപ്പി ലേണിംഗ്. പിന്നീട് നിങ്ങളിപ്പോൾ ഈ ടയർ 2-ന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സിലബസ് എന്ന് ഓർത്ത് ടെൻഷനായിട്ടിരിക്കരുത്. ടയർ 2-ന്റെ സിലബസും ഈ പറയുന്ന പോർട്ടൽസിൽ തന്നെ ഉണ്ട്. ഓരോ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്ക സബ്ജക്ട്സ് ഇംഗ്ലീഷിന്റെ സബ്ജക്റ്റിന്റെ ഒക്കെ ലാസ്റ്റ് എക്സാം വെച്ച് ടോട്ടൽ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് സിലബസിന്. സോ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് അവിടെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പെൻ പേപ്പർ ആൻഡ് OMR എന്നും പറയുന്നു. സോ വി ഡോണ്ട് നോ ഹൗ ദി ഇവാലുവേഷൻ ഓൾ വിൽ ഹാപ്പൻ. സോ അതും കൂടെ നിങ്ങൾ നോക്കുക. ബിക്കോസ് നിങ്ങൾ ടയർ 1 മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കരുത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ടയർ 1 കഴിഞ്ഞ് മെറിറ്റ് ലിസ്റ്റ് കഴിയുന്നുണ്ടെങ്കിൽ തന്നെ ടയർ 2 വിളിക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇതിപ്പം 2022 നടന്ന എക്സാം ഇപ്പം 2025 അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്. ആൻഡ് ഇറ്റ്സ് എ കമ്പൈൻഡ് എക്സാം ഓൾസോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പം എനിക്ക് KV വേണ്ടത്, അപ്പം ഞാൻ ഇങ്ങനെ KVക്ക് മാത്രമായിട്ട് എങ്ങനെയാ കൊടുക്കുക എന്നുള്ളതല്ല. നിങ്ങളിപ്പം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പോസ്റ്റിനായിട്ടാണ് നിങ്ങൾ PGT ഹിന്ദി എന്നുള്ള അല്ലെ PGT ഇംഗ്ലീഷ് എന്നുള്ള ഒരു പോസ്റ്റിനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ നിന്ന് മെറിറ്റ് ലിസ്റ്റിൽ വരുവാണെങ്കിൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഒരു എക്സ്ട്രാ പോർട്ടൽ അവർ ഓപ്പൺ ചെയ്യും ടു ചൂസ്. നിങ്ങൾക്ക് KV ആണോ നവോദയ ആണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം എന്നറിയാൻ അവരൊരു പോർട്ടൽ ഓപ്പൺ ചെയ്യും. അതിൽ നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടമുള്ളത്. പക്ഷെ പിന്നീട് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലും എവിടെയാണ് വേക്കൻസി എന്നുള്ള അടിസ്ഥാനത്തിൽ അവർ തന്നെ നമുക്ക് അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. സോ ബി കോൺഫിഡൻറ്റ്. എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒത്തിരി ലേറ്റ് ആയിട്ട് അവർ വിളിക്കാൻ ചാൻസ് ഇല്ല. എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടെന്നല്ല, ഇപ്പൊ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.